വീടുകരയിലൂടെ കണ്ട ചെറിയ ചെയ്ത് കുഴപ്പമാണോ ഞാൻ കണ്ടു ഒരു രാവിലെ പോയി കഴിയോ പോയി അറിയണോ ഞെട്ടിയോ നിലവിൽ ഉളവാകും. ഭാഗത്ത് പഠിച്ചല്ലോ ഇന്നുകൂടാണല്ലോ അല്ലേ? നേരത്തെ ഭോജനം പട്ടി നിറയെ തന്നിരിക്കുന്ന അഭിമാനം അത് കൊലയോടെ ഒത്തി കൊടുത്തിരിക്കുന്ന അനുഭവം തന്നെയല്ലേ? സന്താന ഭാഗ്യം അല്ലേ തന്ത്രി? അനുഭവം ഉണ്ടല്ലോ അത്. ആയ പ്രകാരം ആയിരിക്കട്ടെ. ഇന്നത്തെ ദിവസം മുൻപേരമായിട്ട് ഉച്ച മധ്യാഹ്നം കൊണ്ടുപിടിക്കുന്ന കാലത്ത് ിരിക്കുന്ന അനുഭവം പടിഞ്ഞാറ്റകത്ത് പടിഞ്ഞിരുന്ന് പാല് കുടിച്ചിരിക്കുന്ന പരാശക്തി മാതാവ് ഇത്ര വരക്കും നിങ്ങൾക്ക് ക്ഷീരം തന്നെ തന്നിട്ടുണ്ട്. വിഷം തരാൻ ഇടവെന്നുവോ? ഇല്ല, അതിനിടവരുത്തിയിട്ടില്ലല്ലോ ഇതിനകത്ത്. അല്ല അത് പ്രകാരം കുടുംബാധികന്മാര് ഒരു ചരട്ടുമ്പൽ കോത്തൊപ്പിച്ച പ്രകാരം തന്നെ ഉണ്ടല്ലോ അല്ലേ തന്ത്രി? പ്രകാരം അതേ പ്രകാരം നിലനിന്നിട്ട് ആ മാതാവിൻ്റെതായിരിക്കുന്ന ആ ക്ഷീരം പട്ടി നിറയെ വാങ്ങി അനുഭവിക്കേണ്ടതായിരിക്കുന്ന മുഹൂർത്തങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം ഇതിനകത്ത്. ഏത് പ്രകാരം എൻ്റെ ചങ്ങാരി എന്നിരിക്കുന്ന വൻപൻ എന്നിരിക്കുന്ന തൂകിലളക്കം കാണാൻ തക്കവണ്ണം ഇനി 3 കൂടി ഉണ്ടല്ലോ നിങ്ങളുണ്ട്. അത്ര വരക്കും നിങ്ങൾ ഏകരാശി സിദ്ധന്മാരായിട്ട് ഇതേ മനസ്സോടും ചൊല്ലൊരു ബുദ്ധി എന്ന പ്രകാരത്തിങ്കൽ ഒരുവന്റെ പുറം ഒരുവൻ തടവിയിട്ട് അല്ലേ ആരക്കകത്തെ ഗോക്കളാകുമ്പോൾ കൊമ്പും കുളമ്പെല്ലാം കൊള്ളും. എന്തേ കിടക്കത്തന്ത്രി അല്ലേ? അത് ഒരുവന്റെ പുറം ഒരുവൻ തടവി നിലനിന്ന് ഇതേ യശസ്സും കീർത്തിയും എന്റെ കിഴക്കേ മാട വന്നിരിക്കുന്ന ആ പ്രൗഢിയും കുറയാതെ ഇട്ടതൊക്കെ വണ്ണം കൊണ്ടോളണം കേട്ടോ തന്ത്രിമാരെ. അതോടെ ആ പ്രകാരം അടിച്ചു തെളി വന്നിട്ട് മേഘശുദ്ധ്യാം പ്രകാരത്തും തന്നെ കൊണ്ട് പിടിക്കുന്ന ഇത്ര വരക്കും അല്ലേ? കായത്തിന് ക്ഷീണനില വന്ന കാലത്തും മുൻകയ്യെ പിടിച്ചതും മുൻപേ നടന്നാലും ചങ്ങാരി ഞാൻ ഭാഗ്യം തന്നോളാം കേട്ടോ. സന്തോഷമായി തൈരും പുതിയ പ്രകാരത്തിങ്കിൽ അല്ലേ പൂർവിക പാരമ്പര്യ ബന്ധങ്ങളുണ്ട്. ഒന്ന് തയ്യെടുത്തിരിക്കുന്ന ശ്രേയസ് കുറയാതെ തക്കവണ്ണം ചങ്ങാരി ഞാൻ ഭാഗ്യം തന്നോളാം.